എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മിസ് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയോ? അതോ മിസ്സേ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല എന്നാണോ? അല്ലെങ്കിൽ മിസ്സേ ഞാൻ ഇതുവരെയൊന്നും തുടങ്ങിയിട്ടില്ല, കുറച്ചും കൂടെ നാളുണ്ടല്ലോ സമയം, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഒരുപാട് പെൻഡിങ് ഉണ്ട് മിസ്സേ, അതൊക്കെ എപ്പോൾ തീർക്കുമെന്ന് അറിയില്ല, ആ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത് ചെയ്യാൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പം തന്നെ പോസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ് മിസ്സ് കമൻറ്റ് ഇടാൻ പറയുന്നറിയോ? കാരണം നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ ഇട്ടുകഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുന്ന സ്റ്റുഡൻറ്റ് അവൻ നോക്കും, അവൻ ഇതുവരെ ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ബാക്കി എല്ലാവരും പഠിച്ചു തുടങ്ങിയോ എന്നുള്ളവൻ നോക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അത്യാവശ്യം പഠിച്ചു തുടങ്ങി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവന് എന്തായാലും എന്തായിരിക്കും ഒരു ചൂട് വരും, എക്സാമിന് ഇനി നന്നായിട്ട് തന്നെ പഠിക്കണം, ബാക്കി എല്ലാവരും തുടങ്ങിയല്ലോ, അപ്പോൾ ഞാനും തുടങ്ങിയില്ലേ ശരിയാവില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെ തീർക്കും? മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ക്രിസ്മസ് എക്സാമിനെയും പബ്ലിക് എക്സാമിനെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. കാരണം ഓണം എക്സാമിന് കുറച്ച് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇത് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഏതാ വരുന്നത്? ക്രിസ്മസ് എക്സാം ആണ്. അപ്പം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്രാവശ്യം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ടായിരിക്കാം. ഓക്കെ, ഇനി അതും കഴിഞ്ഞിട്ട് ആ ക്രിസ്മസ് എക്സാമിനുള്ളതും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഡബിൾ ഇരട്ടിയായിരിക്കും പബ്ലിക് എക്സാമിന് നമുക്ക് പഠിക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഒന്നും കരുത്. മാത്രമല്ല ഇപ്രാവശ്യം നമുക്കറിയാം എല്ലാവരും അങ്ങോട്ട് പാസ് ചെയ്തൊന്നും വിടില്ല അല്ലേ? അപ്പം നമുക്ക് പണ്ടത്തെ പോലെയൊന്നുമല്ല ഫുള്ള് അല്ലേ, എല്ലാവരും പാസ്സാക്കി വിടുന്നു എന്നുള്ള രീതിക്കൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പം നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ പാസ്സാവാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഫാസ്റ്റായിട്ട് ചാപ്റ്റേഴ്സ് തീർക്കണം, ആ ഒരു എക്സാമിൻ്റെ ചൂടൊക്കെ വരണം അല്ലേ? അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു റഫ് ബുക്ക് എടുക്കുക. ആ റഫ് ബുക്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നമ്മുടെ ഓണം എക്സാമിന് നമുക്ക് തീർക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? വേഗം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മിസ് മാത്സ് എന്ന് കൊടുത്തു. അപ്പം മാത്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്? ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക? നമ്മളിവിടെ ഓണം എക്സാമിനുള്ളത് മാത്രം മതി കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക? ഇവിടെ നേരെ കൊടുക്കാം. ഓക്കെ, ഇനി അത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതേപോലെ തന്നെ കൊടുക്കണേ. നമ്മുടെ ബാക്കിയുള്ള മാത്സ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ കൊടുക്കണം. ഓക്കെ, വേണമെങ്കിൽ മൂന്നാമത്തെ കൊണ്ട് ഇരുന്നോട്ടെ. മൂന്നാമത്തെ ചാപ്റ്റർ റെഡി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മിസ് ഇത് പല സ്ഥലങ്ങളിലും പല ഇവൻറ്റിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നുകൂടെ മിസ് പറഞ്ഞു തരാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ചിരിക്കുന്ന എമോജി ഇട്ട് കൊടുക്കാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞ് 2 സെറ്റാണ്. ഇനി ചിരിക്കുന്നതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ടിക്കെങ്കിലും ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്റർ തീരെ അറിയില്ല, ഭയങ്കര സീനാണ് മൂന്നാമത്തെ ചാപ്റ്റർ, ഒന്നും തൊട്ട് നോക്കിയിട്ടേ ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ദേ ഒരു കരയുന്ന ഇമോജി. ഓക്കെ, കരയുന്ന ഇമോജി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡു മാർക്ക് ഇട്ട് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ചറിയാം, പക്ഷെ മൊത്തത്തിൽ അറിയില്ല, അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ അറിയുള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒന്നും ഇണ്ടാത്ത ആ ഒരു ഇമോജി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യുവാണെങ്കിൽ വട്ടങ്ങാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ കുറച്ച് സിമ്പിൾസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവണം ഏതാണ് നമ്മൾ പഠിക്കാത്തത്. ഒട്ടും പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, കുറച്ചറിയാവുന്ന ഏതൊക്കെയാണ്, നന്നായി പഠിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം? നമുക്കിത് നോക്കി കഴിഞ്ഞാൽ അറിയണം. ഓക്കെ, ഇനി ഇതനുസരിച്ച് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ള മിസ് പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസങ്ങൾ, അതായത് ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂർ എന്ത് ചെയ്യുക? ഈ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഒന്നും അറിയാത്ത ചാപ്റ്റേഴ്സ്, തീരെ ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സ് എല്ലാ ദിവസവും രാത്രി നൈറ്റ് 1 മണിക്കൂർ ഓക്കെ 1 അവർ എന്ത് ചെയ്യുക? നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കുക. പറ്റൂലേ? ചെയ്യൂലേ? 1 മണിക്കൂർ എന്തായാലും മാറ്റി വെക്കണം. അതിൽ എന്ത് വന്നാലും എന്ത് ചെയ്യുക? 1 മണിക്കൂർ. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട ദിവസങ്ങളാണ്. ഓക്കെ, 1 മണിക്കൂർ നമുക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് നമ്മൾ അത് പഠിക്കാൻ വേണ്ടി വരെ മാറ്റി വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കേണ്ട സമയം കുറച്ചൊന്ന് കൂട്ടണം. ഓക്കെ, ഈ 1 മണിക്കൂർ മാത്രം ഇരുന്ന് പഠിച്ചാൽ മതിയോ? പോരാ. അപ്പം മിസ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ മിസ്സിൻ്റെ ഒരു ഏകദേശം, അതായത് നിങ്ങളുടെ ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. നിങ്ങൾ മോർണിംഗ് ഒരു 1 അവറും
മോർണിംഗ് ഒരു 1 hour, കാരണം എക്സാം ഒക്കെ അടുക്കാറായല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കൂട്ടിക്കോ. ബാക്കി അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ വന്നോ, കുഴപ്പമില്ല. പക്ഷേ എക്സാമിൻ്റെ ഈ ഒരു സമയത്ത് വൃത്തിയിൽ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മോർണിംഗ് ഒരു 1 hour, പിന്നെ അതേപോലെ തന്നെ ഈവനിങ് ഏകദേശം ഒരു 2 മണിക്കൂറും എന്ത് ചെയ്യുക, 2 മണിക്കൂറും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. മിനിമം എങ്ങനെയെങ്കിലും എന്ന് വെച്ചാൽ ഇത്രയും സമയമെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഇരിക്കണം. ഇതിൽ ഇനി നിങ്ങൾക്ക് ചിലർക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ പഠിക്കാനുള്ള സമയം ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റും, പെട്ടെന്ന് ഓരോ ടോപ്പിക്സും തീർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ചിലർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഓരോ ടോപ്പിക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട സമയത്തിനനുസരിച്ചിട്ട് ഈ സമയത്തിൽ വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കേണ്ട കൂട്ടിയാൽ മതി. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും സമയങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ ഇരുന്നിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈ ഒരു ഇത്രയും സമയത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നേരെ ഇരിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം, എന്നാലാണ് നമുക്ക് കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുള്ളൂ. ഇനി കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റഫ് ബുക്കിൽ മറ്റൊരു കോളം കൂടെ ഉണ്ടാക്കി വെക്കുക. ഇവിടെ ചാപ്റ്റേഴ്സ്, നമ്മുടെ ഓണം എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സബ്ജക്റ്റ് വൈസ് ആയിട്ട് കൊടുക്കുക. സോഷ്യൽ ഈ 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് അസൈൻ ചെയ്യുക. എന്നിട്ട് അതിലിതേ ഇവിടെ കണ്ടോ മിസ് പല കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലാസ് കണ്ടു എന്നാണെന്നുണ്ടെങ്കിൽ, ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടു എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടിക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് ആ ചാപ്റ്റർ റിവിഷൻ ചെയ്തു എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, ടിക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു നോക്കി എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെയും ടിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഡു മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ടിക്ക് ഇട്ട് പോകും. അപ്പം നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു വാശിയും വരും, ഞാൻ ദേ പഠിച്ചു തുടങ്ങി, അപ്പം നമുക്ക് പഠിച്ചു എന്നുള്ള ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് വരും. വാശിയോട് കൂടെ തന്നെ പഠിച്ചത് എടുക്കാനും നമുക്ക് തോന്നും. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഇത് വയ്ക്കുക, ഡെഡ് ലൈൻ വയ്ക്കുക. ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർത്തിരിക്കും എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക, ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് വേണം നിങ്ങളെ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വാശിയോട് കൂടെ തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയമെങ്കിലും അല്ലേ, ഡെയിലി നിങ്ങൾ ഇത്രയും സമയമെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അടിപൊളിയായിട്ട് പഠിക്കണം. ഇനി ഓണം എക്സാമിന് അധികം ദിവസമില്ല മക്കളെ, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇനി ഒന്ന് ട്രൈ ചെയ്താൽ പോലും നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് മിസ്സോടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ടോപ്പേഴ്സിന് മാത്രമേ ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ മിസ്സേ, ഞങ്ങളെ കൊണ്ട് കിട്ടൂല എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ആർക്കായാലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന കാര്യമുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, റെഡി? അപ്പോൾ ഇത് എല്ലാവരും എന്ത് ചെയ്യുക, ഇന്ന് മുതലേ തന്നെ സെറ്റാക്കി നോക്കുക. ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മിസ് പോകുന്നു. ടാറ്റ, ബൈ ബൈ, ലവ് യു ആൾ.